വെള്ളിയാഴ്ച ജുമയും കഴിഞ്ഞ് തലയാട്ടുന്ന നേരെ എഗരൂൽ അങ്ങാടിയിലേക്ക്. നമ്മളെ റംഷാഖാന്റെ സലൂണിന്റെ ഇനാഗുറേഷൻ ആയിരുന്നു. പെരുന്നാളിന് മുടിയിട്ട ഭയങ്കര തിരക്കാണല്ലോ. എഗരൂൽ ഒന്നുകൂടി വന്നത് കൊണ്ട് തിരക്ക് കുറച്ചായിട്ട് കുറയും. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എഗരൂലെ മുകളിലെ ബസ് സ്റ്റോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ATM തൊട്ടടുത്താണ്. അങ്ങനെ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദുആ ചെയ്ത് അവിടുന്ന് മെല്ലെ തലയാട്ടേക്ക് തന്നെ തിരിച്ചു. പള്ളിയിലെത്തിയപ്പോഴേക്ക് ഇബ്രാഹിയാജി ഒരു പൊതി തന്നു. ഇതൊന്ന് എണ്ണിത്തരുമോന്ന് ചോദിച്ചു. തുറന്നു നോക്കിയപ്പോൾ ഇൻസുലേഷൻ കൊണ്ട് ചുറ്റിയൊരു കുഞ്ഞ് ടാങ്ക്. ഇൻസുലേഷൻ പൊളിക്കാൻ റെസിനെ ഏൽപ്പിച്ച് ഓൻ്റെ പരിപാടി അവൻ ഭംഗിയായി ചെയ്തു തന്നു. അറക്കാൻ എനിക്കൊരു പൂതി എന്ന് പറഞ്ഞിട്ട് ആചാർ എന്നെ പൊട്ടിച്ചു. സുബ്ഹാനല്ലാഹ്, തുറന്നു നോക്കുമ്പോൾ ഒരു ലോഡ് ചില്ലറ പൈസ എല്ലാം നിലത്തേക്കാട്ട് കൊട്ടി. ഇതൊക്കെ ഒരാൾ വേക്കുന്ന ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ചില്ലറയും ഞങ്ങളിങ്ങനെ എടുത്ത് എണ്ണാൻ തുടങ്ങി. അപ്പം ഞാൻ ആചാരം അത്ര ചില്ലറ കിട്ടിയേ വാങ്ങിയാൽ ബാക്കി ഇങ്ങനെ ഉണ്ടാച്ചിടും. എണ്ണാൻ അറിയാല ആദ്യം കൂടീനു. എല്ലാം കൂടി ലാസ്റ്റ് കൂട്ടി വെക്കുമ്പോൾ 2559 റുപ്യ. മാഷാ അല്ലാഹ്, ഇതൊരു വർഷത്തെ പള്ളിക്ക് വേണ്ടിയുള്ള എൻ്റെ സമ്പാദ്യം എന്നാണ് മൂപ്പര് പറഞ്ഞത്. ഈ ആചാര പ്രവർത്തനം കണ്ടില്ലേ, ഇത് നമുക്കൊന്ന് മാതൃകയായിക്കൂടെ? നമുക്ക് കടയിൽ നിന്നൊക്കെ ബാലൻസായി ലഭിക്കുന്ന നാണയത്തൊട്ടുകൾ നമ്മളൊരു കുറ്റി വാങ്ങിയിട്ട് അതിൽ നിക്ഷേപിച്ചാൽ മാസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ 1-2 വർഷങ്ങൾ കഴിയുമ്പോൾ കുറ്റി ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ ഇതുപോലെയുള്ള അനുഭവങ്ങളായിരിക്കും നമ്മൾ കിട്ടും. പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ നമ്മുടെ ഈ കൊച്ചു കൊച്ചു നിക്ഷേപങ്ങൾ. കുറച്ച് കഴിയുമ്പോൾ അത് വലിയ സംഖ്യയായി മാറും. അത് നമ്മൾ എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്കോ അല്ലെങ്കിൽ നമ്മൾ കുടുംബത്തിലോ മറ്റോ ഒക്കെ രോഗികളായി കഴിയുന്നവർക്കോ ഒന്നും അല്ലെങ്കിൽ നമുക്ക് തന്നെ അതൊരു വലിയ ആശ്വാസമായി മാറും. അല്ലാഹു തആല നല്ലത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.